കൊണ്ടുകിടന്നൊരു കാലത്ത് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്ന് കൊണ്ടുകിടന്ന് അവസാനം ഒന്നും തന്നില്ല എന്ന് മാത്രമല്ല സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിപ്പോലും നരേന്ദ്രൻ കമ്മീഷൻ്റെ പേരിൽ റിപ്പോർട്ട് പോയില്ലേ, അവരെല്ലാം നേടിക്കൊണ്ടുപോയപ്പോൾ ഈഴവനും എവിടെ കിടക്കുന്നു, അവൻ്റെ കുറവ് പരിഹരിക്കാനും അത് മേടിത്തരാനും ആരും തയ്യാറായില്ല. പിന്നെ ചർച്ചയില്ല, സംവാദമില്ല, അവരവരുടെ വഴിക്ക് പോയി. ഈ കുറവുകളും സത്യങ്ങളും ഞാൻ തുറന്നു വിളിക്കുമ്പോൾ ഞാൻ ആ സമുദായത്തെ ആക്ഷേപിച്ചെന്ന് ട്വിസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റഫീഖ് മുസ്ലിമാണ്, അങ്ങനെ അപ്പനും മുസ്ലിം തന്നെ ഒന്നാം തരം. MES ആലപ്പുഴയിലെ പ്രസിഡന്റ് എത്ര കൊല്ലായി ഇവിടെ അഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? നമ്മൾ ആരെങ്കിലും ഇവരാരും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇവർ അച്ഛനും മകനും ഇവിടെ വന്ന് നമുക്കിതെല്ലാം വിശദീകരിച്ചു തന്നു. നമ്മുടെ കണക്കെല്ലാം എഴുതി കൃത്യമായും സത്യമായും നിങ്ങളുടെ ഓരോ പ്രദേശത്തും വന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റാരെ പേര് നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമുക്കൊരു മതവിദ്വേഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേസ് നടത്തുന്ന ആരാണ്? കൊല്ലത്ത്, അത് മറ്റൊരു മുസ്ലിം തന്നെയാണ്. നമുക്കങ്ങനെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ചൊരു വിരോധമേ ഇല്ല. പക്ഷേ ലീഗ് കാണിച്ച ചില വിഭാഗീയത ചൂണ്ടിക്കാണിച്ചു. ഇത് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ചില ആളുകളെ ആയുധമാക്കിയെടുത്ത് നമുക്കെതിരെ പോലും യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ച ദുരവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ സത്യങ്ങൾ ഞാൻ ബഹുജനമധ്യത്തിൽ തുറന്നു പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കത്തിച്ചാൽ ഞാൻ കത്തുക? ഞാൻ എന്നെ തന്നെ കത്തിച്ചോ? ഞാൻ പറഞ്ഞത് തന്നെ. ഞാൻ പറഞ്ഞ ഇഷ്യൂവിൽ നിന്ന് സംസാരിക്കേ. അതിന് എന്നെ കത്തിച്ചാലും പ്രശ്നം തീരുമോ? ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് മാറാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് സത്യമാണോ അസത്യമാണെന്ന് സംവാദത്തിൽ വാ, ഞാൻ തെളിയിച്ചു തരാം. അതൊന്നും തയ്യാറാകാതെ എന്നെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും തകർക്കാനും തളർത്താനും പല രീതിയിലുള്ള ശ്രമങ്ങൾ പല നീവുകൊണ്ടിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കി നിന്ന് രാമൻ്റെ മുമ്പിൽ ഹനുമാനെ കൊണ്ട് ഓച്ചാനിച്ചിരിക്കാനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഈഴവത്തി പറ്റ ഈഴവനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പൽപ്പുവിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നു വന്ന ഈഴവ മക്കളാണ് നമ്മൾ. ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, അധികാരങ്ങൾ പിടിച്ചു പറ്റാനല്ല. ഇവിടെ സാമൂഹ്യ നീതി എല്ലാവർക്കും കിട്ടണം. രാഷ്ട്രീയ നീതി വേണം, സാമ്പത്തിക നീതി വേണം, വിദ്യാഭ്യാസ നീതി വേണം. ഈ നീതികളൊന്നും കിട്ടാതെ വരുമ്പോൾ അത് തുറന്ന് പറയേണ്ടി വരും. ജാതി ചിന്ത ഉണ്ടാകുന്ന എപ്പോഴാണ്? ജാതി വിവേചനമാണ് ജാതി ഉണ്ടാകുന്നത്. ആ ജാതി വിവേചനത്തിൻ്റെ അളവും തൂക്കവും ആഴവും പരപ്പും കണക്കിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ കണക്കിന് ഉത്തരമില്ലാതെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടി എന്നെ എൻ്റെ സംഘടനയെയും നശിപ്പിക്കാനും തകർക്കാനും നോക്കുന്ന ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് സമുദായത്തിൻ്റെ കടമയാണ്. ആ കടമയായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പലരും വന്നു ചേരും, പലരും പോകും, വന്നും പോകും. ഇത് SNDP യോഗം തുറന്ന പുസ്തകമായി നിൽക്കുകയാണ്. അതിനാർക്കും വിമർശിക്കാം, ഒരുപാട് പേര് വിമർശിക്കുന്നില്ലേ. ഇതെല്ലാം ഇരിക്കട്ടെ, കൊച്ചി കണയന്നൂർ യൂണിയൻ നേതൃത്വം നടത്തിയ തിരുവാതിര രണ്ടാഴ്ചയ്ക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ പറഞ്ഞു, ഇവിടെ ഐക്യം ഉടലെടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവിടെ സുകുമാരൻ നായരുമായിട്ട് ചേർന്നുകൊണ്ട് നായർ ഈഴവ ഐക്യം, ഈഴവ ഐക്യമല്ല നമ്മുടെ അജണ്ടായെങ്കിലും ഹിന്ദുക്കളുടെ ഐക്യം കാലഘട്ടത്തിന് അനിവാര്യതാണ്. അതിന് മിസ്റ്റർ സുകുമാരൻ നായർ സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിൽ ആ സെക്കൻഡിൽ ഒരു ചാനല് അപ്പം തന്നെ ചങ്ങനാശ്ശേരിക്ക് വിളിക്കുകയാണ്. ആ ചങ്ങനാശ്ശേരി നിന്ന് അപ്പം തന്നെ മറുപടി, വെള്ളാപ്പള്ളി പറഞ്ഞ് ശരിയാണ്, അതിന് ഞങ്ങൾ സഹകരിക്കും, ഞങ്ങൾ ഐക്യത്തോടു കൂടി പോകാനാണ് ധാരണയെന്ന് സമാദരണീയായ സുകുമാരൻ നായർ പറയുന്നു.
പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. പിറ്റേ ദിവസത്തെ ചാനലുകാരെല്ലാം കൂടി അങ്ങോട്ടോടി അവിടുന്ന് ഒരേ മറുപടി. എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടി കൊണ്ടിരിക്കുന്ന അവസരം, ഞാൻ സീമിൻ്റെ വണ്ടിയെ കയറിയതിന് കുറ്റം, പ്രതിപക്ഷ നേതാവിനെ അമർശത്തിൻ്റെ കുറ്റം, അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി ചങ്ക് നൽകിക്കൊണ്ട്, പിൻബലം നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ. ആ കരുത്തുമായിട്ടാണ് ഞാൻ പോയത്. ആ കരുത്തിനെ കണ്ടിവിടെ പലരും ഭയപ്പെട്ടു. പലരും രാഷ്ട്രീയ അന്തരീക്ഷം എന്താകും എന്ന് ഭയന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപാട് ഉൾക്കൊഴിയിടങ്ങളുണ്ടായി. അങ്ങനെ ഈ ഐക്യത്തിന് വ്യക്തിപരമായും എനിക്കും വളരെ പിൻബലം തന്നു എന്ന് മാത്രമല്ല, എൻ്റെ മകനെ, അദ്ദേഹത്തിൻ്റെ മകനെ കൂട്ടി സ്നേഹിക്കുന്നവരെ പരസ്യമായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടതാണ്. അങ്ങനെ ഒരുപാട് പിൻബലം എനിക്ക് തന്നു. അതാണ് സുകുമാരൻ നായർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.